ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി അത്രത്തോളം ഡീപ്പായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടാറുണ്ട് സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ. ഒരു സമയം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണിച്ചിട്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും കോമഡികൾ പറഞ്ഞിട്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോഡുകൾ പറഞ്ഞിട്ടാവാം. എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ആ കാര്യം, താൻ പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തനത് രീതിയിലല്ലാതെ ഒരു മാറ്റത്തിലൂടെ, ഒരു ജോഗ്രഫിയിലൂടെ ഇന്ന് നമ്മൾ ഒരു അനാട്ടമി പഠിക്കുകയാണ്. ഇയറിൽ പഠിക്കുന്ന സ്ട്രക്ചർ, മെയിൻ സ്ട്രക്ചർ, ഓർഗൻ ഓഫ് കോട്ടി, റൈറ്റ്. സോ ഓർഗൻ ഓഫ് കോട്ടി നമ്മൾ ഏർലിയർ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്ത്? ഇന്നർ ഇയറിൻ്റെ ലാബ്രിന്ത് എന്ന പോർഷൻ. അതായത് ഒരു സർക്കുലർ ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ഒരു ട്രയാങ്കുലർ ക്യാവിറ്റി പോലെയാണ് എന്ത്? ഇന്നർ ഇയറിലെ ലാബ്രിന്ത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇന്നർ ഇയറിലെ ട്രയാങ്കുലർ ക്യാവിറ്റിയാണ് എന്ത്? മെംബ്രേനസ് ലാബ്രിന്ത് എന്ന് പറയുന്നത്, റൈറ്റ്. ഈ മെംബ്രേനസ് ലാബ്രിന്തിൻ്റെ ട്രയാങ്കുലർ ക്യാവിറ്റി, ട്രയാങ്കുലർ 3 പോർഷനായിട്ടുള്ള വാള് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനീഷ്യലി അപ്പർ പോർഷൻ വിത്ത് റെയ്സ്നേഴ്സ് മെംബ്രെയിൻ, റൈറ്റ്. lateral portion with stria vascularis, okay, and the base border is formed by basilar membrane. Organ of Corti is an organ for hearing situated on the basilar membrane. അപ്പോൾ ഏതിൻ്റെ ഉള്ളിലായിരിക്കും? മെംബ്രേനസ് ലാബ്രിന്തിൻ്റെ ഉള്ളിലായിട്ട് ബേസ്മെന്റ് മെംബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്നിട്ടുള്ള ഒരു ഓർഗൻ ഓഫ് ഹിയറിംഗ്, ഓർഗൻ ഫോർ ഹിയറിംഗ് ആണ് എന്ത്? ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത്, റൈറ്റ്. ഇനി ഓർഗൻ ഓഫ് കോട്ടിൻ്റെ കോമ്പണൻസ് നോക്കാം. ഓർഗൻ ഓഫ് കോട്ടിക്ക് ഒരു ടണൽ ഉണ്ട്. ദാറ്റ് ടണൽ ഈസ് കോൾഡ് ടണൽ ഓഫ് കോട്ടി, റൈറ്റ്. സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഹെയർ സെൽ ആണ്. ഹെയർ സെൽ, ഇന്നർ and outer. Hair cells inner and outer. And third components ധാരാളം സപ്പോർട്ടിംഗ് സെൽസ് ഉണ്ട് സറൗണ്ടിങ് ചെയ്തിട്ട്. സപ്പോർട്ടിംഗ് സെൽസ് which may be Dayter's cell and Hensen cell. Hensen cell, സെൽസ് ഓഫ് ക്ലോഡിയസ്, സെൽസ് ഓഫ് ക്ലോഡിയസ്. പക്ഷേ സെൽസ് ഓഫ് ക്ലോഡിയസ് എന്ന് പറയുന്ന ഒരു സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് മാത്രമാണ്, നോട്ട് എ സപ്പോർട്ടിംഗ് സെൽ. സപ്പോർട്ടിംഗ് സെല്ല് 2 എണ്ണം, ഡേറ്റർ സെല്ലും ആൻഡ് ഹെൻസൻ സെല്ലും. ആൻഡ് ദ ഫോർത്ത് കോമ്പണന്റ് ഈസ് എ മെംബ്രെയിൻ കോൾഡ് ടെക്ടോറിയൽ മെംബ്രെയിൻ. ടെക്ടോറിയൽ മെംബ്രെയിൻ, റൈറ്റ്. ഇങ്ങനെ 4 കോമ്പണന്റ്. പക്ഷേ കുട്ടികൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം? ബൈ ഹാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്. കാരണം നൗൺസ് എല്ലാം പുതുതായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. ഇന്നർ ഔട്ട് സെൽ, ഔട്ടർ ഹെയർ സെൽ, ഡേറ്റർ സെൽ, ഹെൻസൽ സെൽ. മാത്രമല്ല ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇന്നർ ഹെയർ സെല്ലിൻ്റെ തൊട്ട് മുകൾ സുപ്പീരിയർ ആയിട്ട് എന്ത് കിടക്കുന്നു, ലാറ്ററലായിട്ട് എന്ത് കിടക്കുന്നു, മീഡിയലായിട്ട് എന്ത് കിടക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കി പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെന്നാ ഒരു ജോഗ്രഫിയെ അനാട്ടമി, ഓർഗൻ ഓഫ് കോട്ടിയുടെ അനാട്ടമി ആയിട്ട് ബന്ധിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. സോ ഓർഗൻ ഓഫ് കോട്ടി, റൈറ്റ്. നമുക്ക് ഇന്ത്യൻ്റെ മാപ്പ് എല്ലാവർക്കും അറിയാം, റൈറ്റ്. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വെസ്റ്റ് ബംഗാൾ, എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ബംഗ്ലാദേശിൻ്റെ ബോർഡർ, then അരുണാചൽ പ്രദേശ്, അങ്ങനെ പോയി ഇന്ത്യയുടെ മാപ്പ് ഏകദേശം ഇങ്ങനെ, റൈറ്റ് അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും, ഇവിടെ ഇന്ത്യ, റൈറ്റ്. ഇന്ത്യക്ക് തൊട്ടിപ്പുറത്ത് എന്തായിരിക്കും? സി ആണുള്ളത്, റൈറ്റ്. സി, ഏത് സി? അറേബ്യൻ സി ആണ്. ജസ്റ്റ് സി എന്ന് കൊടുക്കുന്നത്, റൈറ്റ്. ലെറ്റർ വിത്ത് സി, സി ഓ സി.
ഇംഗ്ലീഷിൽ സി എന്ന് എഴുതി, അല്ലെങ്കിൽ ലെറ്റർ സി. സി ഇന്ത്യ. റൈറ്റ് സൈഡിൽ എന്തായിരിക്കും ഉള്ളത്? യെസ്, ബേ ഓഫ് ബംഗാൾ. റൈറ്റ്, ബേ ഓഫ് ബംഗാൾ. ഇന്ത്യയുടെ തൊട്ട് മുകളിലായിട്ട് എന്ത് തന്നെയുണ്ട്? ഇസ് എ കൺട്രി കോൾഡ് ടിബറ്റ്. ടിബറ്റ് ഉണ്ട്. റൈറ്റ്, ടിബറ്റ് ഉണ്ട്. ഒരു ബംഗ്ലാദേശിന്റെ ബോർഡർ പോലത്തെ ഇറ്റ്സ് ആക്ട്സ് ലൈക്ക് എ ടണൽ. ഒരു ബോർഡർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു പോർഷനും മറ്റത് വെസ്റ്റ് ബംഗാൾ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ പോർഷനും. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ടണൽ. സോ ഹിയർ ഐ നെയിം ദാറ്റ് ടണൽ ലൈക്ക് പോർഷൻ. സോ അടുത്തുള്ള മറ്റൊരു അയൽരാജ്യമാണ്, തൊട്ട് കിടക്കുന്ന മറ്റൊരു അയൽരാജ്യമാണ് ഏത് ബർമ, അല്ലെങ്കിൽ മ്യാൻമർ എന്ന് പറയുന്നത്. റൈറ്റ്, ബർമ. ഇനി ഈ ബർമയ്ക്ക് അടുത്തുള്ള ഇന്ത്യയുടെ മെയിൻ ഒരു ലാൻഡ്മാർക്കാണ് അരുണാചൽ പ്രദേശിലെ മെയിൻ ക്യാപിറ്റൽ സിറ്റി ഡെറാഡൂൺ, ബർമ. ഇനി ടിബറ്റിനും ഇന്ത്യക്കും മുകളിലായിട്ട് എന്തുണ്ട്? ദർ ആർ ലാർജ് മൗണ്ടെയിൻസ്. ഏത്? ഹിമാലയ. റൈറ്റ്, ഹിമാലയ. ഇന്ത്യയുടെ തലപ്പക്കത്ത് എന്ന് പറയുന്നത് ഹിമാലയക്ക് മൂന്ന് പോർഷൻ, അതിൽ 2 പോർഷൻ, മേജർ പോർഷൻ ഈസ് കോൾഡ് ഹിമാദ്രി. തൊട്ടടുത്തേത് ഹിമാചൽ. റൈറ്റ്, ഹിമാചൽ. ഇനി ബർമയ്ക്ക് ഇപ്പുറത്ത് ഇവിടെയുള്ള ചൈനയുടെ കുറച്ച് അധിനിവേശ പ്രദേശങ്ങളുണ്ട്. സോ ചൈനീസ് ഏരിയാസ്. റൈറ്റ്, ചൈനീസ് ഏരിയാസ്. ഇനി ചൈനയുടെ ഇപ്പുറത്ത് എന്തായിരിക്കും? ഏഷ്യയിലെ അധിക ഭൂരിഭാഗം ജോഗ്രഫിക്കൽ ഏരിയാസും കൈയടക്കി വെച്ചിരിക്കുന്ന സോവിയറ്റ് യൂണിയൻ. ഇന്ത്യക്ക് തൊട്ട് മുകളിലോ ലാർജസ്റ്റ് കൺട്രി ഓഫ് ഏഷ്യ, ദാറ്റ് ഈസ് റഷ്യ. സോ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഇവിടെ ലെഫ്റ്റ് സൈഡായിട്ട് അറേബ്യൻ സീ, റൈറ്റ് സൈഡായിട്ട് ബേ ഓഫ് ബംഗാൾ, എ ടണൽ ലൈക്ക് പോർഷൻ, അത് ബംഗ്ലാദേശിന്റെ. സോ ഐ നെയിംഡ് ഇറ്റ് ആസ് എ ടണൽ. എ കൺട്രി ജസ്റ്റ് അബോവ് ദി ഇന്ത്യ, ടിബറ്റിന് മുകളിലായിട്ട് ദ മേജർ മൗണ്ടെയിൻസ്, ഹിമാലയാസ്, ഹിമാദ്രി ആൻഡ് ഹിമാചൽ. ആൻഡ് the main landmark between India and Burma is Dehradun. Country next to India is Burma, and after the Burma there is some places of the Chinese places. അതിന് തൊട്ടപ്പുറത്ത് എന്ത്? സോവിയറ്റ് യൂണിയന്റെ ഭാഗങ്ങൾ, പ്രദേശങ്ങൾ. ആൻഡ് above India, China, Tibet, all the largest country, Russia. Simply പഠിക്കാൻ എളുപ്പമാണ്. സോ ഇനി ഞാനിതിനെ വരച്ചല്ലോ, ഈ ഒരു ഇമേജ് എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാകും, നമുക്ക് കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി ഈ ഒരു എല്ലാത്തിൻ്റെയും നെയിംസിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുക്കുകയാണ് ഞാൻ. ഇവിടെ സി എന്നുള്ളത് ഞാൻ എസ് മീൻസ് സി, അങ്ങനെ തന്നെ ഓർമ്മിച്ചാൽ മതി. റഷ്യയുടെ R മാത്രം എടുത്തു, ഇന്ത്യയുടെ I മാത്രം എടുത്തു, ബേ ഓഫ് ബംഗാളിന്റെ B മാത്രം എടുത്തു, ഡെറാഡൂണിന്റെ D മാത്രം എടുത്തു, റൈറ്റ്, ബർമയുടെ B മാത്രം എടുത്തു, ചൈനീസിന്റെ C മാത്രം എടുത്തു, സോവിയറ്റിന്റെ S മാത്രം എടുത്തു, ഹിമാലയത്തിന്റെ H മാത്രം എടുത്തു, ഹിമാചലിന്റെ H മാത്രം എടുത്തു, ടിബറ്റിന്റെ T മാത്രം എടുത്തു, ടണലിന്റെ T മാത്രം എടുത്തു. ഓർ അങ്ങനെ തന്നെ വെക്കാം, നമുക്ക് പിടികിട്ടിയല്ലോ. ടണലിന് അവിടെ തന്നെ വെക്കാം. റൈറ്റ്, ഇത് ഈസിയർ അല്ലേ റിമെമ്പർ ചെയ്യാൻ. S for Arabian Sea, I for India, T for Tibet, R for Russia, H Himadri, Himachal, B for Bay of Bengal, D for Dehradun, B for Burma, C for Chinese, S for Soviet Union places. Here it is Chinese places. Some places next to Burma, there are some Chinese places, so C. Okay. Then into the organ of Godry. എന്തിനെ കോറിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഇതൊക്കെ വരച്ചത്? ഇന്ത്യനെ കോൺട്രാക്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് I, ഇറ്റ് ഈസ് ഇന്നർ എയർ സെൽ. റൈറ്റ്, ഇന്നർ ഹെയർ സെൽ.
സോ ഇന്നർ ഹെയർ സെൽസിന്റെ തൊട്ട് ലാറ്ററൽ പോർഷൻ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ട് ലെഫ്റ്റ് പോർഷനിൽ എന്തുണ്ട്? SOC. ഇറ്റ് ഈസ് കോക്ലിയർ നെർവ്. റൈറ്റ്, കോക്ലിയർ നെർവ്. S4 കോക്ലിയർ നെർവ് എല്ലാം എസും സിയും റിലേറ്റഡ് ആണ്, തമ്മിൽ റിലേറ്റഡ് ആണ്. എസും സിയും റിലേറ്റഡ്. S4 സ്കാർപാസ് ഗാംഗ്ലിയോൺ, റൈറ്റ്. S4 സ്കാർപാസ് ഗാംഗ്ലിയോൺ, C4 കോക്ലിയർ നെർവ്, I4 ഇന്നർ എയർ സെൽ. ഇന്നർ എയർ സെല്ലിനെ ഇന്ത്യയെ റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം വന്നത്. ഇന്നർ ഹെയർ സെല്ലിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം ഇന്നർ ഹെയർ സെൽ. ഇവിടെയൊക്കെ എന്തുണ്ട്? റൈറ്റ് ആയിട്ട് ബി, സ്റ്റാർട്ടിങ് വിത്ത് ബി, ബേസ്മെന്റ് മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ. ബേസിൽ എന്തുണ്ട്? ബേസിലാർ മെംബ്രെയിൻ. ബി, ബേ ഓഫ് ബംഗാൾ ഫോർ ബേസിലാർ മെംബ്രെയിൻ. റൈറ്റ്. ഇവിടെ ഒരു ടണൽ ഉണ്ട്. ടണൽ ഫോർ ടണൽ ഓഫ് കോട്ടി. ടണൽ ഓഫ് കോട്ടി. ഇന്നർ ഹെയർ സെല്ലിന്റെ തൊട്ട് മുകളിലായിട്ട് ദർ ഈസ് എ T starting a structure with T for tectorial membrane, right? Tectorial membrane. Then H, there are two structures starting with the letter H. നമ്മൾ പറഞ്ഞു ഹിമാദ്രി, ഇന്ത്യയുടെ തലപ്പക്കത്ത്. സോ ഹെയർ ഔട്ടർ ഹെയർ സെൽ, outer hair cell. Then another H is supporting cells of organ of Corti, that is cells of Hensen cell. There is a landmark in between Burma and India, starting with the letter D. Main landmark Dehradun for dater cell, supporting cell dater cell. So country adjacent to India, Burma. So dater cell adjacent ആയിട്ട് കാണപ്പെടുന്ന cells, that is called Bowcher cell. B for Bowcher cell. So there are some cells adjacent to Bowcher cell. There are some places adjacent to Burma which is of Chinese. C for cells of Claudius cell, right? Claudius cell, dater cell, Bowcher cell, Claudius cell. Then another, here is a boundary is called S4 stria vascularis. കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം സോവിയറ്റ് യൂണിയന്റെ പ്രദേശങ്ങളാണ്. സോ ഈ സ്പൈറൽ ലിഗമെന്റ്, S4 സ്പൈറൽ ലിഗമെന്റ്. So above outer cell, external cell, there is a large country, large membrane starting with Russia. R4 Reisner's membrane. So എല്ലാം കോറിലേറ്റഡ് ആയി ലൊക്കേഷൻ ഒക്കെ എന്തിനെ ബേസ് ചെയ്ത്? ഇന്നർ ഹെയർ സെൽ. ലെഫ്റ്റില് സ്കാർപാസ് ഗാംഗ്ലിയോൺ, കോക്ലിയർ നെർവ്. റൈറ്റില് ബേ ഓഫ് ബംഗാൾ, ബേസിലാർ മെംബ്രെയിൻ. There is a tunnel-like structure, tunnel of Corti. Tibet just above the inner hair cell, that is tectorial membrane. Two H are there above the or adjacent to the tectorial membrane, that is outer hair cells and external cell. Then lateral ആയിട്ട് ചിന്തിക്കുക. Tunnel of Corti. തൊട്ടപ്പുറത്തേത് ഡേറ്റർ സെൽ, ഡെറാഡൂൺ ഡേറ്റർ സെൽ. തൊട്ടപ്പുറത്ത് ബി, ബർമ ഫോർ ബോച്ചർ സെൽ. ബർമയ്ക്ക് അപ്പുറത്ത് ദർ ഇസ് എ പ്ലേസസ് ഓഫ് ചൈനീസ്. C for Claudius cell. ക്ലോഡിയസിനപ്പുറം main places of Soviet Union. S for stria vascularis and is the boundary, and S for spiral ganglion. And above all that, the outer cells and cell. Above all that, there is a large membrane, R Reisner's membrane. These are the structures and the locations of the components of organ of Corti, right? ഇനി അത് വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇതാ നോക്കൂ, ഇതാണ് ഓർഗൻ ഓഫ് കോർട്ടിന്റെ ഒരു ഡയഗ്രാമാറ്റിക് പിക്ചർ. നമ്മൾ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞത്? റൈറ്റ്, ഇന്നർ ഹെയർ സെൽ. ഇറ്റ് ഈസ് ദ ഇന്നർ ഹെയർ സെൽ. India,
ഇന്ത്യക്ക് ലാറ്ററലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ദർ ഈസ് C for cochlear nerve. There is also a letter S for Scarpa's ganglion. Right? Scarpa's ganglion. See. Any just right താഴേക്കായിട്ട് basilar membrane. Right? Basilar membrane. There is a inner hair cell തൊട്ട് right side light or is a tunnel like structure. So it's called tunnel of Corti. In India, inner hair cell തൊട്ട് മുകളിൽ ഒരു country starting with the letter T, that is pectoral membrane. റൈറ്റിലേക്ക് എടുക്കുക നമുക്ക് ടണൽ ഓഫ് കോർട്ടി കഴിഞ്ഞിട്ട് മെയിൻ ലാൻഡ്മാർക്ക് ബിറ്റ്വീൻ ബർമ ആൻഡ് ഇന്ത്യ ഡെറാഡൂൺ. ഡി ഫോർ സപ്പോർട്ടിംഗ് സെൽ ഡേറ്റേഴ്സ് സെൽ തൊട്ട് കഴിഞ്ഞിട്ട് ഏത് ബി ബർമ ബോച്ചേഴ്സ് കഴിഞ്ഞിട്ട് സം പ്ലേസസ് ഓഫ് ചൈന സി ഫോർ ക്ലോഡിയസ്, സെൽസ് ഓഫ് ക്ലോഡിയസ്. Then Soviet Union pass S for stria vascularis and S for spiral ganglion. Right, spiral ganglion. Then there are Himalayatine two portion, major talabhagathulla portion H for outer hair cell. Then adjacent there is an H supporting cell, cells of Hensen. Then ഏറ്റവും മുകളിലായിട്ട് മേജർ ലാർജ് കൺട്രി റഷ്യ. സോ ലാർജ് മെംബ്രെയിൻ കോൾഡ് റൈസ്നസ് മെംബ്രെയിൻ. സിമ്പിൾ അല്ലേ? ഇതാണ് ഓർഗൻ ഓഫ് കോർട്ടിൻ്റെ സ്ട്രക്ചേഴ്സ് ആൻഡ് ലൊക്കേഷൻസ് ഓഫ് ദി കോമ്പണൻസ് ഓഫ് ഓർഗൻ ഓഫ് കോർട്ടി. സോ ഇതാണ് നമ്മൾ ഉപയോഗിച്ചൊരു കോഡ് എന്ന് പറയുന്നത്. റൈറ്റ്, ഒരു കാര്യം കൂടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല പറയാൻ വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. നമ്മളെ ക്ലാസ്സിൽ കേൾക്കുന്ന ആരെങ്കിലും ഒരു ഓവർ സ്മാർട്ടോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുന്ന ഒരാൾ അധികവും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു തെറ്റാണെന്ത് ഡെറാഡൂൺ എന്നുള്ളത്. ഡെറാഡൂൺ ഞാൻ പഠിക്കേണ്ട ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ളൊരു പ്ലേസ് എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തത് ഡേറ്റേഴ്സ് സെല്ലിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഡെറാഡൂൺ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉത്തരാഖണ്ഡ്, നോട്ട് അരുണാചൽ പ്രദേശ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കറക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക, ഒരു ഡിവിഷൻ എന്നുള്ള ഡി എന്ന് വെച്ചിട്ട് ഡേറ്റേഴ്സ് സെല്ലിന് കൊടുക്കുക. റൈറ്റ്, ജസ്റ്റ്. പക്ഷേ ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാനാവും. യെസ്, ആരെങ്കിലും ഇനിയിപ്പം സെർച്ച് ചെയ്തിട്ട് ഡെറാഡൂൺ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈസി അല്ലേ? അല്ലാതെ നോക്കിയാൽ ബർമ, ചൈനീസ്, എസ് R for isthmus membrane, Tibet, Himadri, right? Tunnel of Corti, right? So Dehradun is the capital of Uttarakhand, Arunachal Pradesh. Actually, Itanagar is the capital of Arunachal Pradesh. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഡിവിഷൻ എന്നുള്ള രീതിയിൽ ഡീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഡേറ്റ സെല്ലിനെ കാണിക്കാം. ബട്ട് Dehradun is a catchy type of name. That's why I gave it to that portion.